വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് നമ്മൾ പറഞ്ഞത് KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളത്. അതിൽ FIRന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് FIRൽ പരാമർശമുണ്ട്. അനന്തകൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനന്തൻ, ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ മുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് മേയറും MLAയും ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ്. പൂജ, ഈ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലെ FIR അത്യന്തം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്കുമെതിരെ ഈ FIRൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സ്വാധീനം ഉപയോഗിച്ചാണ്. ഇത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നാണ് ഈ FIRൽ പറയുന്നത്. മാത്രമല്ല, മേയറും സംഘവും സഞ്ചരിച്ചിരുന്ന കാറ് ഈ ബസ്സിനെ പിന്തുടരുകയും സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ബസ്സിൻ്റെ കുറുകെ കാർ കൊണ്ട് നിർത്തി ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തു. അതിനുശേഷം ഡ്രൈവർക്കെതിരെ ആക്രോശിച്ചു. സച്ചിൻ ദേവ് MLA ഈ ബസ്സിനുള്ളിൽ കടന്ന് ഡ്രൈവർക്കെതിരെയും മറ്റ് യാത്രക്കാരെക്കെതിരെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യ ആരോപണങ്ങളാണ് ഈ FIRൽ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ബസ്സിനുള്ളിലെ DVRലുണ്ടായിരുന്ന മെമ്മറി കാർഡ്, ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ FIRൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം IPC 353, 447, 341, 294B, 201, 34 മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ പ്രതികൾ മേയർ ആര്യ രാജേന്ദ്രൻ, രണ്ടാം പ്രതി സച്ചിൻ ദേവ് MLA, മേയർ ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ അരവിന്ദിൻ്റെ ഭാര്യ ആര്യ, പിന്നെ കണ്ടാൽ അറിയാവുന്ന മറ്റൊരു യുവാവ്. ഇത്രയും ഈ 5 പേർക്കെതിരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവർ യദു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ മുതൽ നമ്മൾ ഓരോ വാദങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും കേട്ടതാണ്. എന്താണ് നീതി, അത് മുന്നോട്ട് പോകട്ടെ എന്ന് പലപ്പോഴും വിധി എഴുതിയതുമാണ് എല്ലാവരും. ഇതിൽ നോക്കൂ, FIRൽ ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ്. പലപ്പോഴും കാറ് കുറുകെയിട്ട് ബസ് തടഞ്ഞില്ല എന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നോടെ തെളിഞ്ഞു. MLA അതിക്രമിച്ച് കയറിയിട്ടില്ല ബസ്സിൽ, ഇത് സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഗുരുതരമായ കാര്യം ഈ CCTVയുടെ മെമ്മറി കാർഡാണ്. അത് കാണാനില്ല എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത് മാറ്റിയത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. അതിപ്പോൾ ഈ പ്രതികളാണെന്ന് പറയുന്നു. ആ പ്രതികൾ ശരിക്കും ഒരു തിരുവനന്തപുരത്തെ മേയറും ഒരു MLAയും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനി എങ്ങനെ പ്രതിരോധിക്കാനാകുമേ? ഒരു വഴിയുമില്ലല്ലോ മുന്നിൽ. ഇനി ഇത് പോലീസ് ഇപ്പോൾ FIRലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും അടക്കമുള്ള 5 പേരും ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ FIRൽ വിവരിച്ചിരിക്കുന്നത്. ഇത് യദുവിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, അതാണ് FIR ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പമുള്ളവരുമാണോ ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നുള്ളത് പോലീസ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതായാലും FIRൽ ഈ ഗുരുതരമായ കുറ്റം ആരോപിച്ചിരിക്കുന്നു. അതായത് ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന ഈ കുറ്റകൃത്യം അടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അത് പ്രതികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം അത് FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.